അതെ, എല്ലാവരും എന്നാ പറയണു? ഞാൻ രാവിലെ എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. സാധാരണ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എനിക്കും കെട്ടിയവനും പിന്നെ പിള്ളേർക്കും ഒക്കെയുള്ള ചായ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടാട്ടോ പോണേ. വേറൊന്നുമല്ല, ബേബി സിറ്റിങ് വന്ന് അവളോട് ചായ ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാലേ ഇവിടുത്തെ കാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട കയ്പാണ് കേട്ടോ. അവരതിനകത്ത് പാല് ചേർക്കത്തില്ല. നമ്മൾ കുറച്ച് പാലൊക്കെ ചേർത്തല്ലേ ചായ എന്ന് പറയണേ. അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് സാധാരണ പോണേന് കേട്ടോ. ഈ മോർണിംഗ് ഡ്യൂട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുമെങ്കിലുണ്ടല്ലോ, ചില ദിവസങ്ങളിൽ രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. ആ ഒരു ട്രാക്കിലേക്കൊന്ന് ആയി കിട്ടണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. എത്ര ഇഷ്ടമാണെന്ന് പറഞ്ഞാലും എന്നും രാവിലെ 5:30 എഴുന്നേൽക്കുക എന്ന് പറയുന്നത് അത്ര സന്തോഷമുള്ള കാര്യമൊന്നുമല്ലല്ലോ. പ്രത്യേകിച്ച് നമുക്ക് നേഴ്സുമാർക്ക് ഇന്ന ദിവസം എന്ന് പറഞ്ഞ് ഓഫുമില്ല, ഏതെങ്കിലും ഒരു ദിവസം. അപ്പോൾ അത്ര ദിവസം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണ്ടേ രാവിലെ. ഇന്നുണ്ടല്ലോ, ഞാൻ ഡ്യൂട്ടി ചെയ്യുന്ന സ്ഥലത്തെ നമ്മുടെ അവിടുത്തെ പേഷ്യൻസിന് ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു. പെറ്റ് തെറാപ്പി എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റാണ് കേട്ടോ ഇത്. നല്ല ഡോബർമാനും അങ്ങനെയൊക്കെ കുറച്ച് ആനിമൽസ് അവരെ ഇവിടെ കൊണ്ട് കാണിക്കും. എന്ത് ഹാപ്പി ആയിരുന്നു അവരെന്നറിയാവോ. ഇവർക്ക് ഈ പെറ്റ്സിനോടൊക്കെ ഒരു പ്രത്യേക സ്നേഹമല്ലേ. വൈകുന്നേരം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേ ഇന്ന് മൂത്തയാളുടെ കൂടെയുള്ള കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിന് അവനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും കൂടെ ഗിഫ്റ്റൊക്കെ ആയിട്ട് പോവുക. ഞാൻ അവരെ കൊണ്ടയാക്കിയിട്ട് തിരിച്ച് വീട്ടിലിട്ട് പോരാമെന്ന് വിചാരിച്ചു. കാരണം ഇത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു 3-4 മണിക്കൂറത്തേക്ക് നമ്മളവിടെ പോസ്റ്റാവും. വീട്ടിൽ വന്നാൽ നമുക്ക് ആ സമയം കൊണ്ട് പണിയൊക്കെ കഴിച്ച് വയ്ക്കാം. കഴിയാറാവുമ്പോഴത്തേക്കും അങ്ങ് ചെന്നാൽ മതിയല്ലോ. അല്ലെങ്കിൽ തന്നെ വരാനുള്ള ദൂരമേ ഉള്ളൂ. വീടിൻ്റെ തൊട്ട് താഴെ തന്നെ. ഇവർ സ്കൂളിലോട്ട് പോകുന്ന വഴിക്കാണ് ഈ ഹാളെന്ന് പറയുന്നത് കേട്ടോ. ഇന്നത്തെ പാർട്ടി ഇവർ അറേഞ്ച് ചെയ്തിരുന്നത് ഒരു ആനിമേഷൻ ടീമിൻ്റെ കൂടെയായിരുന്നേ. ഒരുപാട് കളികളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വന്നതെന്നാണെന്നറിയാമോ, നമ്മളൊക്കെ പണ്ട് പള്ളിയിൽ സൺഡേ സ്കൂളിൽ പോകില്ലായിരുന്നോ? വേനലവധിക്കാലം വന്നു കഴിയുമ്പോഴേ സമ്മർ ക്ലാസ് എന്നും പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു അന്നൊക്കെ. അതിനകത്ത് ഒരുപാട് കളികളുണ്ടായിരുന്നല്ലേ. എനിക്ക് അതാട്ടോ ഓർമ്മ വന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, സൺഡേ സ്കൂളിൽ പോകാൻ വലിയ ഇഷ്ടമൊന്നും അല്ലായിരുന്നെങ്കിലും ഈ പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അതാണ് ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്നത്. എന്തായാലും പിള്ളേരെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അമ്മമാർക്കും ഉണ്ടായിരുന്നു കേട്ടോ ചുമ്മാ ഡാൻസും കൂത്തും ഒക്കെ. കുറച്ച് നേരം അവരുടെ കൂടെ ഇരുന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ പള്ളിവക കെട്ടിടമാണേ. നമ്മുടെ പാരിഷ് ഹാൾ എന്നൊക്കെ പറയത്തില്ലേ, എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും അതുപോലൊരു സംഭവം. എല്ലാവർക്കും നല്ല കംഫർട്ടാണ് ഇവിടെ. സ്കൂളൊക്കെ അടുത്തായതുകൊണ്ടേ പിള്ളേർ സ്കൂളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ വന്ന് കളിക്കാനായിട്ട് കുറേ സ്ഥലമുണ്ട്. ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്, ചെറിയൊരു സ്നാക്ക് ബാറുണ്ട്. അങ്ങനെ ഇവിടെ എല്ലാവർക്കും എൻജോയ് ചെയ്യാനും അമ്മമാർക്ക് എല്ലാവർക്കും വെറുതെ വർത്താനം പറഞ്ഞിരിക്കാൻ, പിള്ളേർക്ക് ഇങ്ങനെ ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് അവരവിടെ കളിച്ചോളും ചെയ്യും കേട്ടോ. വീടിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ വരാമെന്നവർ പറഞ്ഞായിരുന്നെങ്കിലും വരുന്ന സമയമാകുമ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി. എന്നാൽ പിന്നെ ഞാൻ എൻ്റെ പണികളൊക്കെ അത്യാവശ്യം കഴിയുകയും ചെയ്തു. ഞാനന്ന് അവരെ പോയി കൂട്ടിക്കൊണ്ട് വരട്ടെ. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.